السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ സയ്യിദ് അസീസ് 2025 നവംബർ മാസം 28-ാം തീയതി നടത്തിയ ജുമുഅ ഖുത്ബയുടെ മലയാള പരിഭാഷയാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. എ പയസ് പ്രോജനി ഇൻ പ്രയർ ആൻഡ് വിത്ത് ഗുഡ് മാനേഴ്സ്. ദൈവഭക്തിയുള്ള സന്താനങ്ങൾക്കായുള്ള പ്രാർത്ഥനയും നല്ല പെരുമാറ്റ മര്യാദകളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒന്നാം ഭാഗ ഉപദേശങ്ങളാണ്. നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും വിശിഷ്യ നിർബന്ധ നമസ്കാരങ്ങളുടെ നല്ല പെരുമാറ്റ സമൃദ്ധിയും നല്ല പെരുമാറ്റ അവസ്ഥ നിലകൊള്ളലും മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വങ്ങളിൽ പെടുന്നതാണ്. നമസ്കാരത്തിലെ കൃത്യനിഷ്ഠ, നല്ല പെരുമാറ്റം, ഇതിൽ അവർ നിലകൊള്ളണം. ഇത് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. രക്ഷകർത്താക്കൾ തീർച്ചയായും അവരുടെ മക്കളിൽ അത് പകർന്നു നൽകുകയും ജീവിതത്തിലുടനീളം അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടതാണ്. അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കൂടിയാലോചന നടത്താവുന്ന ഒരു വിഷയമല്ല. ഒരു മുസ്ലിമിൻ്റെ മുഴു ജീവിതത്തിലും കടന്നു പോകുന്ന കാര്യമാണ് നമസ്കാരവും നല്ല പെരുമാറ്റവും. പ്രാർത്ഥന ഔപചാരികമായ ഒരു ബാധ്യത മാത്രമല്ല, മറിച്ച് ഇത് ആത്മീയമായ അച്ചടക്കമാണ്. അത് വ്യക്തിത്വത്തിന് രൂപം നൽകുന്നു, ഹൃദയശുദ്ധീകരണം നടത്തുന്നു, മനുഷ്യനെ അത് ദൈവത്തോട് ചേർത്തു നിർത്തുന്നു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, എന്നെ സ്മരിക്കാൻ വേണ്ടി നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക. അപ്പോൾ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ് നമസ്കാരം നിർവഹിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമസ്കാര വേളയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് എന്നും നാം അവനോട് എന്താണ് പറയുന്നത് എന്നും അതിന് മറുപടിയായിട്ട് അവൻ എന്താണ് അവനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നും പ്രാർത്ഥിക്കുന്നവന് നല്ലതുപോലെ ഓർമ്മയുണ്ടായിരിക്കണം. അല്ലാഹു തആല പറഞ്ഞു, വാഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി, എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം നിർവഹിക്കുക. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുവാൻ വേണ്ടിയാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ നമ്മൾ എന്താണ് അവനെപ്പറ്റി പറയുന്നത്, നമ്മളതെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
നാം നമസ്കാരത്തിലൂടെ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ സൂറ ഫാത്തിഹയും മറ്റിതര സൂറത്തും അല്ലെങ്കിൽ സൂറത്തുകളുമൊക്കെ അതിൽ പറയുന്നത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വേണം അത് ചെയ്യുവാൻ. അതുകൊണ്ട് മാത്രമേ ഫലമുള്ളൂ. അതല്ല എങ്കിൽ ആ പ്രവൃത്തി അർത്ഥശൂന്യമാണ്, വ്യർത്ഥമാണ്. മറക്കാതിരിക്കാൻ ഒരു സംരക്ഷണമാണത്, ജീവിതത്തിനുള്ള ഒരു പ്രകാശമാണത്. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നമസ്കാരം നീചവൃത്തികളിൽ നിന്നും നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും തടയുന്നു. അപ്പോൾ ഒരുവനെ തൻ്റെ നീചകൃത്യങ്ങളിൽ നിന്നും നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും തടയണമെങ്കിൽ നമസ്കാരം നിലനിർത്തണം. ആ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞത് എന്താണ് എന്ന് ഓർമ്മയുള്ളവന് മാത്രമേ അങ്ങനെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഓർമ്മയുള്ളവൾക്ക് മാത്രമേ അതങ്ങനെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അവൻ നിന്ദ്യമായ നിഷിദ്ധമായ യാതൊരു കാര്യവും ചെയ്യാതിരിക്കണമെങ്കിൽ താൻ നമസ്കാരവേളയിൽ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ്റെ മുമ്പിൽ നമ്മൾ സത്യമായും പറയുകയും അത് ഞങ്ങളുടെ നിത്യജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നതാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ, നീചവൃത്തികളിൽ നിന്നും നിഷിദ്ധകർമ്മങ്ങളിൽ നിന്നും നമ്മെ തടയുന്ന നമസ്കാരം. അപ്പോൾ നമസ്കാരത്തിൽ പറയുന്നത് എന്താണ് എന്ന് നമ്മൾ അറിയൽ നിർബന്ധമാണ്. ഇത് തെളിയിക്കുന്നത് നമസ്കാരം സ്വഭാവ അച്ചടക്കത്തിൻ്റെ ഒരു വഴിയാണ്. മനുഷ്യനെ അത് പാപങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നു. സംശുദ്ധമായ സ്വഭാവം, നല്ല പ്രവർത്തനങ്ങൾ, അച്ചടക്കത്തോടു കൂടിയുള്ള പെരുമാറ്റം, ഇവ നമസ്കാരം നമ്മിലേക്ക് കൊണ്ടുവരുന്ന അമൂല്യമായ മൂല്യവത്തായ സംസ്കാരമാണ്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു ദാസനോട് വിധിനാളിൽ ആദ്യമായി ചോദിക്കുന്നത് നമസ്കാരത്തെ പറ്റിയാണ്. ഇത് ശരിയാണെങ്കിൽ അവൻ്റെ മറ്റ് കാര്യങ്ങളും ശരിയായിരിക്കും. ഇത് അശുദ്ധമാണെങ്കിൽ അത് അവൻ്റെ ബാക്കി കാര്യങ്ങളും അശുദ്ധമായിരിക്കും. അപ്പോൾ നമസ്കാരത്തിൽ നമ്മൾ പറയുന്നത് എന്താണ് എന്ന് നമ്മൾ അറിയുന്നില്ല എങ്കിൽ അതൊരു അശുദ്ധ നടപടിയായി മാറും. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അശുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നവരായി നമ്മൾ മാറും. ഇത് കാണിക്കുന്നത് എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും താക്കോൽ നമസ്കാരമാകുന്നു. അപ്പോൾ ഈ താക്കോൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് സംശുദ്ധമായ കാര്യങ്ങൾ തുറന്നു നോക്കുവാൻ കഴിയും. സംശുദ്ധമായ കാര്യങ്ങൾ നമുക്ക് എടുക്കുവാൻ കഴിയും. സംശുദ്ധമായ കാര്യങ്ങളിലേക്ക് നമുക്ക് നടന്നു പോകുവാൻ കഴിയും. ഈ താക്കോൽ കയ്യിലുണ്ട്. ഈ താക്കോൽ കുനിയലും നൂരലുമല്ല, കുറേ കാണാതെ പഠിച്ച് ഓതലല്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ നിത്യജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അത് താക്കോലിൻ്റെ രൂപമാകുന്നത്. അങ്ങനെ വരുമ്പോൾ നന്മയുടെ പൂട്ട് നമുക്ക് തുറക്കുവാൻ കഴിയും. വിശാലമായ നന്മയുടെ ലോകത്തേക്ക് നമുക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, സമൂഹത്തിലുള്ള ആളുകൾ മൊത്തത്തിൽ നന്മയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്ന അമൂല്യമായ ഒരു നടപടിക്രമമാണ് നമസ്കാരം. ഒരു മനുഷ്യൻ അവിശ്വാസിയാണോ എന്നറിയുവാൻ പ്രാർത്ഥന കൈയൊഴിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 5 നേരം കൃത്യമായി ഈ രീതിയിൽ നമസ്കരിക്കാത്തവൻ സത്യനിഷേധിയാണ്, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവനല്ല. അള്ളാഹുവുമായിട്ട് അവന് പുലബന്ധം പോലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധമായി പറഞ്ഞത് എന്താണ്? അവിശ്വാസിയാണോ എന്നറിയുവാൻ പ്രാർത്ഥന കൈയൊഴിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു സമയത്ത് ഒരുവൻ നമസ്കരിക്കുന്നില്ല എങ്കിൽ, അതിന് മുൻതൂക്കം കൊടുക്കുന്നില്ല എങ്കിൽ അവൻ സത്യനിഷേധിയാണ്. ഇത് പ്രവാചകപ്രഭു നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് അവർ വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പുറകിൽ നമുക്ക് പോകുവാൻ പറ്റുമോ? ഇതൊരു മുന്നറിയിപ്പാണ്. ഒരു വ്യക്തി അവൻ്റെ നമസ്കാരം നിർവഹിക്കുന്നില്ലെങ്കിൽ, അതിൽ നിന്ന് അവൻ അകലം പാലിക്കുകയാണെങ്കിൽ,
നമസ്കരിക്കാതെ അവൻ വിട്ടു നിൽക്കുക ആണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് അകന്നാൽ അതോടുകൂടി അവൻ അള്ളാഹുവുമായിട്ടുള്ള അവൻ്റെ ബന്ധം അകന്നുപോയി. ഇത് അവൻ്റെ വിശ്വാസ നഷ്ടത്തിന് കാരണമാക്കുന്നതാണ്. രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരു ഹദീസിൽ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും ഇടയന്മാരാണ് അഥവാ ആചാര്യന്മാരാണ്. തങ്ങളുടെ മനുഷ്യകൂട്ടത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടപഴകുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കും. നമ്മൾ ആ ഇടയന്മാരുടെ അല്ലെങ്കിൽ ആ ആളുകളുടെ മേൽനോട്ടക്കാരനാണ്. അവരോട് നിങ്ങൾ നന്മ കൽപ്പിച്ചോ, നന്മ പ്രവർത്തിക്കുവാൻ പറഞ്ഞോ, അവരുടെ സംസ്കരണത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചോ എന്ന് നാളെ വിധിനാളിൽ അല്ലാഹു തആല ചോദിക്കുന്നതാണ്. രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ മതപരമായ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുന്നതാണ് എന്നതും ഈ ഹദീസിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഈ ഖുർആൻ ഷരീഫിലൂടെയും ഈ പ്രവാചക വചനങ്ങളിലൂടെയും അല്ലാഹു തആലയും അവൻ്റെ പ്രവാചകനും നമ്മെ പഠിപ്പിച്ച അതിമനോഹരമായ നമസ്കാരവും അതിമനോഹരമായ സ്വഭാവ മഹിമകളും ഉൾക്കൊള്ളുവാൻ മാതാപിതാക്കളും കുട്ടികളും സമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഏതൊരാൾ നമസ്കരിക്കുന്നില്ലയോ അവന് അല്ലാഹുവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ ദീനീപരമായ ബോധനം നാം നൽകുവാൻ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിൽ ദൈവഭക്തിയുള്ള സന്താനങ്ങൾക്കായുള്ള പ്രാർത്ഥനയും നല്ല പെരുമാറ്റ മര്യാദകളും നാം മനസ്സിലാക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ സൽസന്താനങ്ങൾ ലഭിക്കുന്നതിന് പ്രയത്നിക്കുകയും അങ്ങനെ സമൂഹം നന്നായിത്തീരുന്നതിന് ഉള്ള പ്രവൃത്തിയിൽ നാം ഓരോരുത്തരും ഭാഗവാക്കാകുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകുന്നത്. ദൈവഭക്തരുടെ വഴി ഈ പറയുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വരും ഖുത്ബകളിലൂടെ ശ്രമിക്കാവുന്നതാണ്. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.